കുറെ നാളായി വിചാരിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. സംഭവം ഒരു അനക്കെല്ലാണ്ടാക്കിയിരുന്നിട്ടേ പിടിച്ച അവസ്ഥയാണ് ആക്ച്വലി. സോ അങ്ങനെ കുറച്ച് റിസർച്ചൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു ഫ്രണ്ട്, ഓഫീസിലെ കൊളീഗ് ഉണ്ടല്ലോ, ആൾ വന്നിട്ട് ചോദിക്കുകയാണ്, അളിയാ 20,000 റുപ്പീസിൻ്റെ താഴെ നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണ്? നമ്മുടെ ടച്ചൊക്കെ വിട്ടുപോയി അളിയാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ലോക്കലി നമ്മുടെ സ്ഥലത്തെ ഒരു പ്രധാന യൂട്യൂബർ എന്ന നിലയ്ക്ക് ഓക്കെ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യാനിരിക്കുകയായിരുന്നു. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് ബെറ്റർ ഫോൺ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിച്ച് 2-3 ഓപ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. സോ അതിൻ്റെ ഇടയ്ക്കാണ് ആക്ച്വലി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പിക്സൽ 6 വെറും 25,000 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. വാട്ട്? ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചു ആദ്യത്തെ വീഡിയോ പിക്സൽ 6 പറ്റി തന്നെ ആയിരിക്കട്ടെ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പിക്സൽ 6. സോ ആദ്യം തന്നെ നമുക്ക് എന്തായാലും പിക്സൽ 6 ഈ ഒരു സമയത്ത് ആൾക്കാർ വാങ്ങാതിരിക്കാൻ ഉള്ള ചില കാരണങ്ങളിൽ നിന്ന് ടച്ചപ്പ് ചെയ്ത് തുടങ്ങും അല്ലേ. അതിലാദ്യത്തെ ഒന്നാണ് ആക്ച്വലി ഫാസ്റ്റ് ചാർജിങ്. സോ ഫാസ്റ്റ് ചാർജിങ് വളരെ വളരെ സ്ലോ ആണ് ഈ ഫോണിൽ എന്നാണ്. അതായത് ഓൾമോസ്റ്റ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഫോണിലുള്ളത്. ഈ ഒരു സമയത്ത് വളരെ ആവറേജ് ആയിട്ട് ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോൺസിലും നമുക്ക് 30 വാട്ടിൻ്റെങ്കിലും കാണാൻ സാധിക്കും. പല ഫോണുകളിലും 65 വാട്ട് ഉണ്ട്, ഈവൻ 90 വാട്ടിൻ്റെ ചാർജിങ് വരെ അവൈലബിൾ ആണ്. സോ ആ ഒരു സമയത്താണ് പിക്സൽ 6 നമുക്ക് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് തരുന്നത്. ബട്ട് അതിലൊരു ബട്ട് ഉണ്ട്. കാരണം ഈവൻ ദോ ഫാസ്റ്റ് ചാർജിങ് വളരെ ബേസിക് ആണെങ്കിൽ പോലും ഈ ഫോൺ ഓഫർ ചെയ്യുന്ന ബാറ്ററി ലൈഫ് ഈസ് വെരി വെരി ഗുഡ്. നമ്മൾ നോർമലി രാവിലെ ചാർജ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഈസിലി ആ ഒരു ദിവസം മൊത്തം യൂസ് ചെയ്യാനുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോൺ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ 18 വാട്ടിൻ്റെ സ്ലോ ആയിട്ടുള്ള ചാർജിങ് അത്ര വലിയൊരു ഡീൽ ബ്രേക്കർ ആവാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഗൂഗിളിൻ്റെ തന്നെ ടെൻസർ G1 ചിപ്സെറ്റ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ആൻഡ് ഇതൊരു ആവറേജ് ചിപ്സെറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ദിസ് ഇസ് ലൈക്ക് എബവ് ആവറേജ് പെർഫോമൻസ് ഉള്ള ഒരു എന്താ പറയുക, സ്നാപ്ഡ്രാഗൺ 778 ഒരു ബെറ്റർ പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് ആണ് ടെൻസർ G1. ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള കംപ്ലയിൻസ് ആണ് അല്ലേ. പലരും പറയാറുണ്ട് ടെൻസർ ചിപ്സെറ്റ് പെട്ടെന്ന് ഹീറ്റ് ആവും എന്നുള്ളത്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ സാധിക്കും, ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് ഞാൻ പിക്സൽ 6 യൂസ് ചെയ്യാണ്. റെഗുലർ നിങ്ങളുടെ നോർമൽ യൂസിനിടയിലൊന്നും അത്ര വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് മേ ബി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ഹെവി ഗെയിമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മേ ബി ഹാഫ് ആൻ അവർ അങ്ങനെയൊക്കെ, ഹാഫ് ആൻ അവറിന് മേലെയൊക്കെ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വാമാവും. ഇത് മാത്രമല്ല പല ഫോണുകളും വാമാവും എന്ന് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ മേ ബി നിങ്ങൾ ഹൈ റെസൊല്യൂഷനുള്ള വീഡിയോസ് കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് ഹീറ്റ് ആവുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബട്ട് അതുകൂടാതെ നോർമൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലോ ബാക്കി എന്ത് യൂസേജിലോ ഈ ഒരു ഫോൺ ഹീറ്റപ്പ് ആവുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ ഫോൺ ഇറങ്ങിയപ്പോൾ നമുക്കറിയാമല്ലോ 44,000 റുപ്പീസ് ആണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ മേ ബി ടെൻസർ ചിപ്സിൻ്റെ പെർഫോമൻസ് വാസ് ഓക്കെ ഫോർ മീ. ബട്ട് ആസ് ഓഫ് നൗ 25,000 താഴെയാണ് ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ എന്നേ എനിക്ക് പറയാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഓഫർ ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. 25,000 രൂപ ഈസ് എ ബിഗ് എമൗണ്ട്. ആൻഡ് ആ ഒരു എമൗണ്ടിൽ എന്താ പറയുക, ഒരു എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസുകളിലും നമുക്ക് അറ്റ്ലീസ്റ്റ് 90 ഹെർട്സിൻ്റെങ്കിലും ഈവൻ 120 ഹെർട്സിൻ്റെങ്കിലും റിഫ്രഷ് റേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി പിക്സൽ 6 കൂടെ നത്തിങ് ഫോൺ 1 യൂസ് ചെയ്യുന്നുണ്ട്. നത്തിങ് ഫോൺ 1 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. സോ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 60 ഹെർട്സ് ഇസ് പ്രിറ്റി ലോ. ബട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇത് എന്താ പറയുക, വളരെ അധികം ശ്രദ്ധിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത്രയും ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മാത്രം കാണുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ആസ് ഓഫ് നൗ തോന്നുന്നത്. കാരണം ഞാൻ 2 ഫോൺ യൂസ് ചെയ്യാറുണ്ട്, മാറി യൂസ് ചെയ്യാറുണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളത് അത്രയധികം ശ്രദ്ധിക്കില്ല എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ഇതിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി നത്തിങ്ങിനേക്കാളും കൂടുതൽ വീഡിയോ വാച്ചിങ്ങിന് ഇഷ്ടം ഈ ഡിസ്പ്ലേ ആണ്. ഐ ഡോണ്ട് നോ വൈ, ഐ ഫീൽ ദിസ് ഡിസ്പ്ലേ ടു ബി മോർ സാച്ചുറേറ്റഡ്, കൂടുതൽ കളർ കോൺട്രാസ്റ്റ് ഉള്ള പോലെയൊക്കെ എനിക്ക് ഈ ഒരു ഡിസ്പ്ലേ തോന്നിയിട്ടുണ്ട്. അതും കൂടാതെ നെറ്റ്ഫ്ലിക്സിലെല്ലാം HDR സപ്പോർട്ട് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ നത്തിങ്ങിൽ ലഭിക്കുന്നില്ല.
സോ എന്തുകൊണ്ട് പിക്സൽ 6a ഈ ഒരു സമയത്ത് പ്രിഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ നമ്പർ 1 ഈസ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലേ. പിക്സൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് അല്ലേ. ദ പിക്സൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. സോ പിക്സൽ ലോഞ്ചർ, ഇതിൻ്റെ എന്താ പറയുക, പിക്സലിന് മാത്രമായിട്ടുള്ള ചില ഫീച്ചേഴ്സ്, സോ ഇതെല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ കുറച്ചൊന്ന് യൂസ്ഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് മാറാൻ തന്നെ തോന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമാവും. വളരെ സിമ്പിൾ ആണ്, പ്ലോട്ട് വൈസ് ഇല്ല, ആഡ്സ് ഇല്ല, വളരെ എലഗന്റ് ആണ്. സോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് പിക്സലിൽ മാത്രം കിട്ടുന്ന ഒരുപാട് ഫീച്ചേഴ്സ്, ഇപ്പോൾ മാജിക് ഇറേസർ, ഇതിന് മാത്രമായിട്ടുള്ള ചില തീമിങ്, ഇതിന്റെ വാൾപേപ്പേഴ്സ് ആൻഡ് ഈവൻ പല ടൈപ്പ് ഓഫ് വിഡ്ജറ്റ്സ് പിക്സലിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ ചില ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ആപ്പ് സ്വിച്ചിങ്ങിന്റെ ഓപ്ഷനില്ലേ, ഇവിടെ തന്നെ മൾട്ടി ടാസ്കിങ്ങിന്റെ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് കോപ്പി ചെയ്യാം, അവിടെ നിന്ന് ഇമേജസ് ക്യാപ്ചർ ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് പിക്സൽ 6a ലഭിക്കുന്നുണ്ട്. സോ യു വിൽ നെവർ ഗെറ്റ് ഡിസപ്പോയിന്റഡ് വിത്ത് ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ടൈംലി സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്, ഓൾമോസ്റ്റ് 2027 വരെയുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് പിക്സൽ 6a നമുക്ക് ലഭിക്കുന്നതാണ്. ഓൾറെഡി 2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഓൾമോസ്റ്റ് 2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൂടെ ഇനി അടുത്ത 2 വർഷങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ബാക്കി ഏത് ഫോണിൽ പുതിയ OS അപ്ഡേറ്റ് വരുന്നേക്കാളും മുന്നേ നമുക്ക് ഡേ 1 തന്നെ പിക്സൽ 6a ലഭിക്കുന്നതാണ്. ഇത് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിക്സൽ ആൾക്കാർ വാങ്ങിക്കാനുള്ള മറ്റൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ എന്താ പറയുക, വെൽ ട്യൂൺഡ് ആയിട്ടുള്ള, വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. 25,000 താഴെ ഇന്ന് ഇപ്പോൾ ലഭിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നമുക്ക് പിക്സൽ 6a ലഭിക്കുന്നതാണ്. വളരെ പഞ്ചി ആയിട്ടുള്ള, വളരെ ഹൈ ഡൈനാമിക് റേഞ്ച് ഉള്ള, എന്താ പറയുക, കോൺട്രാസ്റ്റി ആയിട്ടുള്ള, നമുക്കറിയാലോ ആ ഒരു HDR ലുക്ക് ഒക്കെ തരുന്ന ആ ഒരു ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് പിക്സൽ 6a. അതേസമയം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള വീഡിയോ പെർഫോമൻസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ബട്ട് ഫോൺ 25,000 താഴെയാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐ വിൽ സേ ആ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ ഓഫർ ചെയ്യുന്ന വീഡിയോ പെർഫോമൻസ് വളരെ വളരെ നല്ലത് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായി വരുന്ന എല്ലാ 5G ബാൻഡ്സും ഈ ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. ബ്ലൂടൂത്ത് 5.2 ഉണ്ട്, വൈഫൈ 6E ഉണ്ട്, NFC ഉണ്ട്, എല്ലാവിധ കണക്ടിവിറ്റി ഓപ്ഷൻസും ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇത് സിംഗിൾ സിം ആണ്, സിംഗിൾ സിം സ്ലോട്ട് ഉള്ളൂ. ഡുവൽ സിം ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിം സപ്പോർട്ടഡ് ആണ്. ഒരു സിം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിം ആയിട്ടും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ ഫോണിന്റെ ലുക്ക് ഏതൊരു ക്രൗഡിൽ നിന്നും നോക്കിക്കഴിഞ്ഞാലും ആര് കണ്ടു കഴിഞ്ഞാലും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ലുക്കാണ് പിക്സൽ 6a ഓഫർ ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒറ്റയടിക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് ഗൂഗിളിന്റെ ഫോണാണെന്നും പിക്സലിന്റെ ഫോണാണെന്നും. സോ ആ ഒരു യുണീക്നെസ്, ആ ഒരു ബ്രാൻഡ് വാല്യൂം നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്നതാണ്. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് കൺസിഡർ ചെയ്തൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ സാധിക്കും 2023 ഈ ഒരു സമയത്തും പിക്സൽ 6a ഈസ് വെരി മച്ച് വാലിഡ്. ആൻഡ് ഈ ഒരു ഫോൺ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓൾമോസ്റ്റ് 25,000 ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല കാർഡ് ഓഫേഴ്സും ബാക്കി പല ഓഫേഴ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 23,000 നമുക്ക് ലഭിക്കും. ഓക്കെ, ആൻഡ് നിങ്ങളിൽ വല്ല ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ വഴി ഈവൻ അതിലും കുറവ് പ്രൈസിലേക്ക് ഇതിനെത്തിക്കാം. സോ 20,000 റുപ്പീസും താഴെ വരെയൊക്കെ ഇത് നമുക്ക് ഈസിലി ലഭിക്കുന്നതായിരിക്കും. സോ 25,000 റുപ്പീസിന്റെ അടിയിൽ ഒരു ഗംഭീര സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ഗംഭീര ക്യാമറ പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐ വിൽ റിയലി റെക്കമെൻഡ് ദിസ് ഫോൺ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ യുവർ ഒപ്പീനിയൻസ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.